ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, അതുപോലെ വേണം പ്രിൻസിപ്പാളിനോട് അവതരിപ്പിക്കാൻ. അത് ഞാൻ ഏറ്റ് ടീച്ചറെ. എന്നാ ചെല്ല്. ആരാ ടീച്ചറെ അത്? അതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷാർത്താവാ. PT സാറിനുള്ളൊരു പണിയാ പോകുന്നത്. സാറിന് PT എടുക്കുന്ന എനിക്കൊന്ന് കാണണം. ഇന്ന് ഞാൻ സാറിന്റെ ചീട്ട് കീറും. കൊള്ളയാണോ? നോക്കിക്കോ സാറേ. സാറേ, ഞാൻ 9D പഠിക്കുന്ന അനന്തൂന്റെ അമ്മയാണ്. മോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. മോന്റെ പഠിത്തത്തെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വരുന്ന കോലത്തെ കുറിച്ച് പറയാനാ. അതെന്തോ? വെള്ളിയാഴ്ച ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് കണ്ടത്തിൽ കിളക്കാൻ പോയിട്ട് വരുന്ന കൂട്ടാ. എന്തോ സാറേ ചോദിക്കോ പറയുന്ന PTക്ക് പോയെന്നാ. PTക്ക് പോകുമ്പോ മണ്ണും പൊടിയൊക്കെ ദേഹത്ത് പറ്റും, അത് സ്വാഭാവികം. എന്റെ കൊച്ചിനെ ഞാൻ ഇങ്ങോട്ട് ഇവിടുന്ന് പഠിക്കാനാ, അല്ലാതെ PTക്ക് വിടാനല്ല. അതുകൊണ്ട് PT പീരീഡ് പിള്ളേർ ഗ്രൗണ്ടിൽ പോകാൻ പാടില്ല. അങ്ങനെ വിടാനാ സാറിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ കൊച്ചിനെ PT ഇല്ലാത്ത ഏതെങ്കിലും സ്കൂളിൽ കൂടി ചേർത്തോളാം. രണ്ടിലേതെങ്കിലും ഒന്ന് സാർ ഇപ്പൊ തീരുമാനിക്കണം. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഓഫീസിൽ വിളിച്ചറിയാം. അവന്റെ പേര് അനന്തു 9D. അവന്റെ ടീച്ചർ ശരിയാക്കി വെക്കാൻ പറയാം. പോകുമ്പോൾ അതോടെ വാങ്ങിച്ചോണ്ട് വയ്ക്കും. അവനെ ഒരു PT ഇല്ലാത്ത സ്കൂളിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ പിള്ളേരെ ഞാൻ PTക്ക് ഇറക്കിയിരിക്കും. ഒരു കൊച്ചു പോയെന്ന് പറഞ്ഞ് ഈ സ്കൂളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ അങ്ങനെ പറയരുത്. പിള്ളേരെ PTക്ക് വിടാതിരുന്നാ മതി. ടീച്ചർ ഒന്നും വേണ്ട. അത് നടക്കത്തില്ല. നിങ്ങൾ TC വാങ്ങിച്ചോണ്ട് പോയിക്കോ. എനിക്ക് കുഴപ്പമില്ല, പിള്ളേര് PTക്ക് പോട്ടെ. കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? വേറൊന്നുമില്ലല്ലോ. എന്നാ ശരി. ശരി. എന്തുവായി? എന്റെ മോൻ PTക്ക് പോണോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാ ശരി.